ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. സി നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന ഏരിയയിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജി ഓഫ് ലിവിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളൊരു സോഫ്റ്റ് സ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലാണ്, സോഫ്റ്റ് സ്കില്ലിൻ്റെ ഏരിയയിൽ. സി ഇവിടെ ഈ സോഫ്റ്റ് സ്കില്ലിൽ നമ്മൾ ഇന്ന് പുതിയ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പാർട്ട്, പോസിറ്റീവായിട്ടുള്ളൊരു പുതിയ ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ്. ബൗൺസ് ബാക്ക് എന്താണ് ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ്? ബൗൺസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ തിരിച്ചു വരിക എന്നതാണ്. നമ്മൾ റബ്ബർ ബോള് നമ്മൾ ചുമരിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ചുമരിൽ പോയി തട്ടി ആ റബ്ബർ ബോൾ നമ്മളെ കയ്യിലേക്ക് തിരിച്ചു വരും. ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിന്റെ കരയിൽ പോയി ഇരുന്നിട്ട് ഒരു കല്ല് നടുക്കിട്ട് കഴിഞ്ഞാൽ ആ ഇട്ടിരിക്കുന്ന കല്ലുള്ള ഭാഗത്ത് ഓളം കുളത്തിന്റെ കരയിൽ തട്ടി തിരിച്ച് വരും. ഇതുപോലത്തെ റിയാക്റ്റീവായിട്ട് റിട്ടാർഡ് ചെയ്യുന്ന, റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ശരിക്കും ബൗൺസ് ബാക്ക്. ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ് ഹ്യൂമൻ ബീയിങ്ങിന് എവിടൊക്കെയാണ് കണക്ട് ആവുക എന്നുള്ളത് നോക്കാം നമുക്ക്. മനുഷ്യന്റെ ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡുകൾ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ വിജയവുമായി കണക്ട് ചെയ്യുക. ഇപ്പോ ഒരാള് മോസ്റ്റ്ലി ഫെയിലിയർ ആവുക, സക്സസ് ആവുന്നതിന് പകരം ഫെയിലിയർ ആവും. സക്സസ് ആവുന്നതിന് പകരം ഫെയിലിയർ ആയാൽ ആൾ തിരിച്ചടുത്ത സക്സസിലേക്ക് തിരിച്ചു വരിക, ബൗൺസ് ബാക്ക്. ഡിപ്രസ്ഡ് ആയ ഒരാള് അതീവ ഡിപ്രഷനായിട്ട് സംഘർഷഭരിതനായി കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരവസ്ഥ, അത് ബൗൺസ് ബാക്കിലാണ്. ആൻഡ് തേർഡ് തിങ്, ഈ ഡിപ്രഷൻ കൂടാതെ തന്നെ മനുഷ്യന് ഇന്നലെ പറഞ്ഞതുപോലെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതെ വരുമ്പോൾ മെന്റലി ഡൗൺ ആവുക, ഇത്തരത്തിലുള്ള ഹോപ്പിന്റെ ഓപ്പോസിറ്റ് ഡിസപ്പോയിന്റ്മെന്റിലേക്ക് മനുഷ്യൻ. സോ സാഡ്, ഡിപ്രഷൻ, ഫെയിലിയർ, ഡിസപ്പോയിന്റ്മെന്റ്, ഇങ്ങനെയുള്ള ഏതെല്ലാം വൈകാരികമായ സബ് എമോഷൻസിലേക്ക് നമ്മൾ കടന്നു പോകുന്നു, ഇതെല്ലാം മനുഷ്യനെ അവിടെ ഹുക്ക് ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നു പോവാൻ, അവിടെ പെട്ടുപോകാൻ, അവിടെ കുടുങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് ശരിക്കും ബൗൺസ് ബാക്ക്. ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളമുള്ള ബൗൺസ് ബാക്ക്, എവ്രി ടൈം ബൗൺസ് ബാക്ക് ടു ദ വിക്ടറി, ബൗൺസ് ബാക്ക് ടു ദ ഹാപ്പിനെസ്, ബൗൺസ് ബാക്ക് ടു ദ സക്സസ്, ബൗൺസ് ബാക്ക് ടു ദ വിൻ. സോ തിരിച്ച് വിജയത്തിലേക്ക് തിരിച്ചു വരിക. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ ചെയ്യുക? പീപ്പിൾ വിൽ ഗെറ്റ് സ്ട്രഗിൾ. ആളുകൾ സ്ട്രഗിൾ ചെയ്യുക, ആളുകൾ പ്രയാസം, സങ്കടം, ദുഃഖം, പ്രതിസന്ധി, പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർക്കും ഇത് ഒരുപോലെ ബാധകമാണ്. സക്സസിലേക്ക് പോകുന്ന ഏതൊരാൾക്കും അയാളുടെ സക്സസ് 50-ആം വയസ്സിലാണോ, 60-ആം വയസ്സിലാണോ, 100-ആം വയസ്സിലാണോ, 90-ആം വയസ്സിലാണോ, 56-ആം വയസ്സിലാണോ എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത് പലരും വളരെ ഗോൾ സെറ്റ് ചെയ്ത് ഡ്രീമോടുകൂടി, പ്ലാനും ആക്ഷനോട് കൂടി വർക്ക് ചെയ്താൽ പോലും എനിക്കറിയുന്ന കുറേ ആളുകൾ അപ്രതീക്ഷിതമായി 2019 എൻഡിൽ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് 2020 മാർച്ചിൽ അവരുടെ എല്ലാ സക്സസ്ഫുൾ എന്ന് പറയുന്ന സാധനവും പൂട്ടിപ്പോയത്. കോവിഡ് വന്നിട്ട് ലോകം മൊത്തം ലോക്ക്ഡൗൺ ആയി. അപ്പോ അവിടെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പിന്നെ ഇനി അടുത്ത 2026 സെറ്റ് ചെയ്തിട്ട്, ഒരുപക്ഷെ 2026 അവർക്ക് അനുകൂലമായ സകലമായ കാര്യങ്ങളും വന്ന് അവർ സക്സസ്ഫുൾ ആവാൻ സാധ്യത.
ചിലർ ഇങ്ങനെയൊന്നും സമയമെടുക്കാതെ 2019 ഞാൻ അറിയുന്ന ഒരാളുണ്ട്. അതുവരെ മികച്ച ബിസിനസ് ചെയ്ത് 2019 ബിസിനസ് അവസാനിപ്പിച്ച് സെല്ല് ചെയ്ത ഒരാളുണ്ട്. എനിക്കറിയാം. അയാൾ പറഞ്ഞു, "ഭാസ്കർ ഭായി, ഞാൻ 2019 എനിക്ക് ബിസിനസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് തന്നെ. എനിക്ക് തോന്നുന്നു ഒരു ജനുവരി, ജൂണൊക്കെ ആകുമ്പോഴേക്ക്, ജനുവരി മുതൽ ജൂൺ ആകുമ്പോഴേക്ക് ഞാൻ ബിസിനസ് കംപ്ലീറ്റ് സെല്ല് ചെയ്ത് ക്ലോസ് ചെയ്ത് ഞാൻ ബിസിനസ് അവസാനിപ്പിച്ച് ഫ്രീ ആയി. ഞാൻ നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ഞാൻ സ്വസ്ഥമായ ജീവിതം സഹിക്കാൻ തുടങ്ങി." ആക്ച്വലി അദ്ദേഹം വിറ്റ ബിസിനസ് എടുത്ത ഒരാള് സ്റ്റാർട്ട് ചെയ്തത് കോവിഡിലേക്കാണ്. അപ്പൊ അത് ഗംഭീരമായ ഫെയിലിയറിലേക്ക് അയാൾ പോകും. എവിടെ എന്ത് എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ജീവിതത്തിൽ എവിടെയാണ് നിരാശ, എവിടെയാണ് ദുഃഖം, എവിടെയാണ് സങ്കടം, എവിടെയാണ് ഡിപ്രഷൻ, എവിടെയാണ് ഡീപ്പ് ഡിപ്രഷൻ, എവിടെയാണ് നമുക്ക് ഗംഭീര ഫെയിലിയർ, ചെറിയ ഫെയിലിയറുകൾ, ചിറകൊടിഞ്ഞു പോകുന്നത് എവിടെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാ ടൈപ്പ് ഓഫ് ഇത്തരത്തിലുള്ള സിനാരിയോസിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ്. ഈ ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ശരിക്ക് നിരാശ ഗ്രസിക്കാതിരിക്കുകയോ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരത്തിലുള്ള ദുഃഖത്തെയോ നിരാശയോ അവർ സെൽഫ് ഹീലിംഗ് പ്രോസസ്സോ സ്വന്തമായി കൗൺസിലിംഗ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി കൗൺസിലറെ യൂട്ടിലൈസ് ചെയ്തിട്ടോ മെല്ലെ അവരുടെ മനസ്സിൽ തിരിച്ചു. ഇത് കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോവുകയും 100% ഫെയിലിയർ ആവുകയും ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുകയും ഇല്ലാതാവുകയും ഡിസപ്പിയർ ആവുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ആളുകൾ ഇത് കേൾക്കുന്ന പലർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഈ വീഡിയോ. ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം. ഹ്യൂമൻ ബീങ്സിന്റെ മാത്രം പ്രത്യേകതകളിലൊന്നാണ് ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ്. ചാരമായതിൽ നിന്ന് ഫിനിക്സ് പക്ഷി പറന്നുയർന്നു നമ്മൾ പറയാറുള്ളത് പോലെ പൂർണ്ണമായി തകർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് എല്ലാം പോയി, ഇനി ഒന്നും അവശേഷിക്കുന്നില്ല, പാറിപ്പോകുന്ന, കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന ധൂളികളും ചാരവുമായി മാറി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് തിരിച്ചു പറക്കാൻ സാധിക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ച് നമ്മൾ പറയുന്നു. ഫിനിക്സ് പക്ഷിയെ പോലെ ആകാശത്തേക്ക് ഉയർത്തെഴുന്നേൽത്ത് വന്നവൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ട്. ഈ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ബൗൺസ് ബാക്കിലെ ഏറ്റവും വലിയ പ്രത്യേകത ആന വീണാൽ എഴുന്നേൽക്കുന്നത് പോലെയല്ല സ്മാർട്ടായ ആളുകൾ എഴുന്നേൽക്കേണ്ടത്. കുതിര വീണാൽ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ആന വീണെടുത്ത് എഴുന്നേൽക്കാൻ ഇച്ചിരി ടൈം എടുക്കും. കുതിര വീണോ എന്ന് ചോദിച്ചാൽ വീണിട്ടുണ്ടാകും പൂർണ്ണമായിട്ട്. പക്ഷെ വീണോന്ന് നമുക്ക് തോന്നുകയോ ചിന്തിക്കുകയോ കാണുകയോ ചെയ്യുന്നതിന് മുമ്പ് കുതിര എഴുന്നേറ്റിട്ടുണ്ടാകും. സോ വി നീഡ് ടു ഗെറ്റ് ബാക്ക്, ബൗൺസ് ബാക്ക് സച്ച് എ ലൈറ്റ്നിങ് സ്പീഡ്. എത്ര ലൈറ്റ്നിങ് സ്പീഡിൽ എത്ര പവർഫുൾ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ അത്ര പവർഫുൾ ആയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ബൗൺസ് ബാക്കിലെ ഏറ്റവും വലിയ ബ്യൂട്ടി. സോ ലെറ്റ് us ബൗൺസ് ബാക്ക് ഇൻ സച്ച് ആൻ അമേസിംഗ് സ്പീഡ്, സച്ച് എ ലൈറ്റ്നിങ് സ്പീഡ്. മിന്നൽ പിണർ പോലെ എഴുന്നേൽക്കാൻ പറ്റും, കുതിര എഴുന്നേൽക്കുന്നത് പോലെ. അതാണ് ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ്. സോ ഒരു നിലക്കും നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ I have my support of universal energy. I have the full support of universal energy. I have the full support of universe. And I have everything surrounded me. I am focusing, I am getting, I am going to win. I will be victorious. എനിക്കറിയാം ഓരോ തവണ SSLC എഴുതി തോറ്റു വരുമ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള റാന്തലും അതുപോലെ 14 നമ്പറൊക്കെ കത്തിച്ച് വെച്ചിരുന്ന അന്ന് രാത്രിയിലെ ട്യൂഷൻ സെന്ററുകളിലൊക്കെ എത്രയോ തവണ അവർ തോറ്റിട്ടും അവര് തിരിച്ച് പിറ്റേ ദിവസം വർഷം സൂപ്പറായിട്ട് കൂളായിട്ട് വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് വീണ്ടും പരീക്ഷ ചെയ്തു. സി അവര് ജയിച്ചേ അടങ്ങൂ എന്നുള്ളതാണ്. 6 തവണ കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മളെ സുഹൃത്ത് പരീക്ഷ എഴുതിയിട്ട് 5 തവണ എഴുതിയിട്ടും ഇനി കിട്ടില്ലെങ്കിൽ 6ാം തവണ എഴുതാൻ തോന്നിയതാണ് IAS കിട്ടിയത്. അവിടെ ഒന്നിലും ഒരു തോൽവിയിലും അതിനകത്ത് എന്തില്ല, ബൗൺസ് ബാക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. നെവർ ബി പാനിക്, നെവർ ബി ഇൻ chaos, നെവർ ബി ഇൻ ഡൗട്ട്ഫുൾ, നെവർ ബി ഇൻ കൺഫ്യൂസ്ഡ്, നെവർ ബി ഇൻ എ ഫെയിൽഡ് മോഡിലാവരുത്. ഓരോ മനുഷ്യനും സക്സസ്ഫുൾ ആവാൻ, വിക്ടോറിയസ് ആവാൻ ഈ സ്റ്റെപ്പുകൾ, ആ എക്സ്പീരിയൻസ് സ്റ്റെപ്പുകൾ നമുക്ക് പാസ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ തന്നെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് വി ക്യാൻ ബി സൂപ്പർ വിക്ടോറിയസ്. സോ അപ്പൊ ബൗൺസ് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ റബ്ബർ ബോൾ എടുത്ത് ചുമരിലേക്ക് എറിയുമ്പോൾ അത് തിരിച്ച് അതേപോലെ വരുന്നത്, റബ്ബർ ബാൻഡ് നമ്മൾ കയ്യിലിട്ട് കളിക്കുന്നതൊക്കെ നമ്മൾ കാണാം. ബൗൺസ് ബാക്ക് അതിനൊരു പർട്ടിക്കുലർ ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. സോ ഹ്യൂമൻ ബീയിങ്ങിനും ജീവിതത്തിലെ വിജയത്തോടുള്ള മൽപ്പിടത്തിൽ, ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ കൃത്യമായ വീഴ്ചക്ക് അനുഗുണമായ റീബൗണ്ടിങ് പവർ പവർഫുൾ ആയിട്ട് നമുക്ക്
ഉണ്ടാവുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പലപ്പോഴും കൗൺസിലിംഗ് വരുന്ന ചില ബിസിനസ്സുകാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത്ര അസ്കർ ഭായി, ഇത്രയാണ് അസ്കർ സാർ, ഇത്രയാണ് നഷ്ടം പറ്റിയത്, നിങ്ങൾ അതിന്റെ 10 ഇരട്ടിയെങ്കിലും തിരിച്ചു വരാനാണ്, നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയല്ലോ, ഡോണ്ട് ഗെറ്റ് വറീഡ്, നോട്ട് ടു ഗെറ്റ് ബി വറീഡ് എന്ന് അവരോട് പറയുകയും അവർ ആശ്വാസത്തോടു കൂടി തിരിച്ചു പോവുകയും പിന്നീട് ഒരു വിക്ടറി, ഒരു ഹെവി വിക്ടറി അവർ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും. സി നമുക്ക് ആകെ ആവശ്യം ഇത്തരത്തിലുള്ള ഒരു പാറ്റ്, ഒരു തട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ട് ആളുകൾ മേലോട്ട് കയറിപ്പോ. സോ ട്രൈ ടു സപ്പോർട്ട് പീപ്പിൾ ടു ബൗൺസ് ബാക്ക് ഫ്രം ഈച്ച് സിനാരിയോ. ലൈറ്റ് സങ്കടത്തിൽ നിന്നാണെങ്കിലും, ഫെയിലിയറിൽ നിന്നാണെങ്കിലും, പ്രതിസന്ധികളിൽ നിന്നും, വിഷമത്തിൽ നിന്നാണെങ്കിലും ഒക്കെ അവരെ തിരിച്ചു വരാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് കൈ വെച്ചു കൊടുക്കുക, ഒന്ന് താങ്ങി കൊടുക്കുക. ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്കുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഡു വി ഹാവ് എ ബൗൺസ് ബാക്ക് മൈൻഡ് സെറ്റ്? എങ്കിൽ അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബൗൺസ് ബാക്ക് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ ഇല്ലേ? നമുക്ക് ചില ആളുകളിലൊക്കെ അത് ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഉണ്ടാവും, ചില ആളുകൾ അത് വളരെ കുറവായിരിക്കും, ചില ആളുകൾ ആരെങ്കിലും ഒന്ന് തട്ടിക്കൊടുത്താൽ വരും. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സോ ബൗൺസ് ബാക്ക് ഒന്നും പരാജയമല്ല, എല്ലാം സ്റ്റെപ്പ് ടു വിക്ടറിയാണ്. അതുകൊണ്ട് തന്നെ ബൗൺസ് ബാക്ക് ചെയ്തേ പറ്റൂ. സോ ബി എ ബ്യൂട്ടിഫുൾ പേഴ്സൺ, സക്സസ്ഫുൾ പേഴ്സൺ, victorious person. Let us bounce back and win. ഇപ്പം എഴുന്നേൽക്കേണ്ടത് കുതിരയെ പോലെയാണ്, ആനയെ പോലെയല്ല. I wishing you all the very best and have a great day. God bless. Thank you so much and love you all. Thank you so much. Thank you. Thank you. Thank you. Bye bye. Bye for now. Bye. Thank you, sir. Thank you.